പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിനത്തോടു കൂടി ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് ധന്യമാവട്ടെ. കാലാവസ്ഥ വളരെ മോശമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജ്വലിക്കുന്ന സൂര്യനാണ് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളെവിടെയാണ് സംസാരിച്ചത്? പ്രകൃതിയുടെ മാറ്റത്തെക്കുറിച്ച്. നോക്കൂ, ഈ വേനൽ ചൂടിൽ തേജസ്വിനി പുഴയുടെ തീരമാണ് വറ്റി വരണ്ട് ചൂടിൻ്റെ അതിതീവ്രതയിൽ നദി തന്നെ ഇതിൻ്റെ ആഴം കാണാം. ശരിക്കും ഈ പാലം പണിത സമയത്ത് എന്തോ സിമൻറ്റ് കട്ടയൊക്കെ താഴെ വീണതാണ്. നോക്ക്, പുഴയിൽ വളരെ ആഴം കുറവാണ്. അപ്പം എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ വേനൽ ചൂടിൽ അവനവൻ്റെ ആരോഗ്യം നന്നായിട്ട് പരിപാലിക്കുക. ലോകാരോഗ്യ സംഘടനയും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ നിരന്തരം പറയുന്നുണ്ട്. കേരളത്തിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ചൂടിൻ്റെ തീവ്രത കൂടാൻ സാധ്യതയുണ്ട്. പല രോഗങ്ങളാൽ വലയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം യഥേഷ്ടം കുടിക്കുക. കുറഞ്ഞത് 3 ലിറ്റർ വെള്ളം. അതും വെള്ളത്തിൻ്റെ അപര്യാപ്തത നിലനിൽക്കുന്നത് കൊണ്ട് ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അവനവൻ്റെ ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് നല്ല ജീവിത രീതികൾ, നല്ല ദിനചര്യകൾ മുന്നോട്ട് കൊണ്ടുപോവുക. സീസണിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണ രീതികളും, പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ, അത് പ്രകൃതി നമുക്ക് തരുന്ന ഒരു വരദാനമാണ്. മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും അങ്ങനെ മൾബറി, പപ്പായ ഒക്കെ നാച്ചുറലായിട്ട് ഓർഗാനിക് എന്തൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ കാത്തു പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് അനാരോഗ്യങ്ങൾ കൊണ്ട് വലയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം വേനൽ മഴ നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല. ഓരോ ജീവിതത്തിൻ്റെ ഘട്ടം ഘട്ടമുള്ള നീക്കത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാവുക. എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് കഴിച്ചുകൂടാൻ പറ്റാത്തത് എന്നൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ നല്ല രീതികളിൽ ആരോഗ്യത്തോടു കൂടി എല്ലാവരും നന്നായിട്ടിരിക്കുക. വൈകാരിക മനോഭാവം, സ്വാതന്ത്ര്യം മനസ്സിലാക്കി നമ്മുടെ ശീലങ്ങളെ തൊട്ടുതലോടി നല്ല ശീലങ്ങൾ വളർത്തിയെടുത്ത് നന്നായി ഈ കാലാവസ്ഥയെ അതിജീവിച്ച് എല്ലാവർക്കും ജീവിതത്തെ മുന്നോട്ട്, ആരോഗ്യത്തെ മുന്നോട്ട് നന്നായി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മൈൻഡ് പവർ ഓഫ് മലബാറീസ്. താങ്ക് യു.